ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേനയൊക്കെ നടുന്നൊരു വീഡിയോയുമായിട്ടാണ്. സാധാരണ എല്ലാവരും കുംഭമാസത്തിലാണോ ചേനയൊക്കെ നടാറുള്ളത്. അപ്പോൾ ഞാനും ഒന്ന് ചേന നട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ചേനയാണ്. 3ആയിട്ടാണ് ചേനയെല്ലാം മുറിച്ച് വെച്ചിരിക്കുന്നത്. 3ലും കിളർപ്പൊക്കെ വന്നിട്ടുണ്ട്. ചേനയുടെ കഷ്ണം ഇത്തിരി വലുപ്പത്തിൽ എടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ ചേന നല്ല കരുത്തോടെ വളർന്നു വരികയുള്ളൂ. ചേന നടുമ്പോൾ അടിയിലേക്ക് ഒത്തിരി കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ചേനയ്ക്ക് വലുപ്പം കിട്ടില്ല. അധികം താഴ്ത്താതെ വേണം കുഴിയെടുക്കാൻ. ഞാനിവിടെ കുറച്ച് ചിന്തേര് പൊടിയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ചേനയ്ക്ക് നല്ല വലുപ്പം കിട്ടാനാണ്. മണ്ണ് നന്നായി ഇളകി കിടന്നാൽ ചേനയ്ക്ക് നല്ല വലുപ്പം കിട്ടുകയുള്ളൂ. പിന്നെ ഈ ചിന്തേര് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത് എനിക്ക് മറ്റിടത്തു നിന്ന് കിട്ടിയ ഒരു അറിവാണ്. അങ്ങനെ നട്ടപ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിലുള്ളൊരു വിളവാണ് കിട്ടിയത്. അങ്ങനെ ഞാനും ട്രൈ ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത്. ചേന വെച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. അതിന് കഴിഞ്ഞ് ചാണകപ്പൊടിയൊക്കെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. എല്ലുപൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചേനയുടെ മുളയുടെ സൈഡിൽ നിന്നാണ് വേരുകളൊക്കെ വരുന്നത്. അതിന് മുകളിലായിട്ടാണ് ചേനയും ഉണ്ടാകുന്നത്. അപ്പോൾ ഒത്തിരി താഴ്ത്തി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ വേരുകളൊക്കെ വളർന്നു വരുന്ന സൈഡിലേക്കാണല്ലോ. അപ്പോൾ ഇത്രയും മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത വളമൊക്കെ ഒന്ന് മൂടുന്ന രീതിയിലായിരിക്കണം മണ്ണിട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ചേന നട്ടിരിക്കുന്നത് മഴയൊക്കെ കഴിഞ്ഞിട്ടാണ്. നട്ടിട്ട് മഴയൊന്നും പെയ്തില്ലെങ്കിൽ ആഴ്ച ഒരു 1-2 വട്ടം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മണ്ണിലിരുന്ന് ചേന വെന്തു പോവും. ഇനി മണ്ണെല്ലാം ഇട്ട് മൂടിയതിന് ശേഷം നന്നായി ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി പുതയിട്ട് കൊടുക്കുക. ചേനയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.